6ഉം 10ഉം വർഷം ഒരു സ്ഥാനത്ത് ഇരിക്കരുത്. തീർച്ചയായിട്ടും ഞാൻ നമ്മുടെ നാരായണേട്ടൻ ട്രഷറായിട്ട് ആദ്യത്തെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആലത്തൂർ യൂണിറ്റ് രൂപീകരിച്ചപ്പോൾ അന്നുണ്ടായിരുന്നതാണ്. നാരായണേട്ടൻ മരണപ്പെട്ട അന്ന് ഞാൻ സ്ഥാനം വരെയാണ് ട്രഷറർ സ്ഥാനം. അത് ഏറെ ദീർഘിപ്പിച്ചുകൊണ്ട് മോഹൻലാലേട്ടൻ, വേണുവേട്ടൻ, വാസുവേട്ടൻ ഇതിനൊക്കെ കഴിഞ്ഞിട്ട് അവസാനം കഴിഞ്ഞ 2 വർഷം മുമ്പ് സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തു. അപ്പൊ വീണ്ടും അതിന് സെക്രട്ടറി സ്ഥാനത്ത് ഇപ്പൊ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു. ഞാൻ അന്നേ പറഞ്ഞാണ്, ഒരാൾക്ക് എന്നും ഈ 3 പേര് വട്ടക്കോട്ടിനുള്ളിൽ വളരെ തിരിയാതെ പുതിയ ഭാരവാഹികളെ മുന്നോട്ട് കൊണ്ടുവരുവാനും പുതിയ ഭാരവാഹികൾ മുന്നോട്ട് വരുവാനും തയ്യാറായി നിൽക്കണം. ഒരു എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ 10 അംഗ കമ്മിറ്റി അവര് പോലും നിങ്ങളെ ഈ പറയുന്ന നിങ്ങളെ ക്ഷണിക്കാൻ വന്നോ? ആരെങ്കിലും 10 അംഗ കമ്മിറ്റി ഉണ്ടായിരുന്നു, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആരെങ്കിലും വന്നോ? ഇല്ല. ഞാൻ വാസോട്ടനായിരുന്നു ഇന്നേ വരെ നിങ്ങളെടുത്ത് വന്ന് ക്ഷണിക്കാനുള്ളത്. ഇപ്പൊ വാസോട്ടിനും വയ്യാവുന്ന എനിക്ക് ഓടാൻ വയ്യ, സ്കൂട്ടറും കൊണ്ട് എല്ലാ ഭാഗത്തും ഓടാൻ വയ്യാവുന്നതാണ് ഇപ്രാവശ്യം എല്ലാവർക്കും ഫോൺ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് വീണ്ടും നിങ്ങളോട് ഒരു ആഗ്രഹമുണ്ട്, ഈ കമ്മിറ്റി ഇനിയിപ്പോ നിവർത്തിയില്ല, 3 വർഷത്തേക്ക് ഇത് പിരിച്ചുവിടാൻ പറ്റില്ലാതെ ജില്ലാ കമ്മിറ്റിയും പറഞ്ഞു, സംസ്ഥാന കമ്മിറ്റിയും പറഞ്ഞു. എന്നാലും സാങ്കേതിക കാരണങ്ങളാൽ ഇത് വേണ്ടാന്ന് ഞങ്ങൾക്ക് വെക്കാം. ഇത് വേണമെന്ന് മുൻപന്തിയിൽ നമ്മൾ തന്നെ ഇരിക്കണം പറഞ്ഞിരുന്ന ആളാണ് ഇപ്പൊ ഏറ്റവും പിന്നിൽ പോയിരിക്കുന്നത്. അതെ, അയാൾ കാരണമാണ് ഞാൻ ഈ സ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. അയാളുടെ സ്ഥാനം ഞാൻ, എന്റെ സ്ഥാനം അയാളും. ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നിന്നത്. അപ്പൊ മോഹൻ പറഞ്ഞ രീതിയിൽ എപ്പോഴും സ്ഥാനമാനങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുക. പിന്നെ നമ്മുടെ പുഷ്പാകരൻ പറഞ്ഞ ഓണപരിപാടിക്ക് നമ്മൾ ഇതുപോലെ ഒരു പരിപാടി ആഘോഷിക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും രീതിയിൽ 10 കിറ്റ് കൊടുക്കാൻ നിങ്ങൾ എക്സിക്യൂട്ടീവ് തീരുമാനിച്ച് നിങ്ങളുടെ അടുത്ത് അടുത്ത യോഗത്തിന് വരുമ്പോ നിങ്ങൾ എടുക്കണോ ആ തീരുമാനം? നമ്മൾ ഏത് വട്ടാപ്പുകാരനെ അല്ലെങ്കിൽ ഏത് മെമ്പർക്ക് നിങ്ങൾ ഒരു ഓണക്കിറ്റും അല്ലെങ്കിൽ ഒരു ഓണപ്പുറമയോ അല്ലെങ്കിൽ ഒരാളെ ആദരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ്. അല്ലാണ്ട് ഞങ്ങൾ PSC എടുക്കുന്ന തീരുമാനമല്ല. PSC തീരുമാനം എടുക്കില്ല, അത് വർക്കിംഗ് കമ്മിറ്റിയെ എടുക്കുള്ളൂ. വർക്കിംഗ് കമ്മിറ്റി എടുത്ത തീരുമാനം അടുത്ത യോഗത്തിൽ നമുക്കത് അറിയിക്കും. ആ സമയത്ത് നിങ്ങൾ പ്രവർത്തനം ആക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനി അടുത്തതായിട്ട് നന്ദി പറയലാണ്.